വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ നമുക്കറിയാം അല്ലെ. അപ്പൊ ധാരാളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ്, ഇന്ന് പ്രധാനപ്പെട്ട കുറച്ചധികം കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ ദിവസം കുറച്ച് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ SCERT ചാപ്റ്ററുകൾ ഒക്കെ അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വീണ്ടും നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക് ആയിരുന്നു. ഒരു ടോപ്പിക്ക് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഏകദേശം 3/4 മണിക്കൂറോളം ആ വീഡിയോ ഉണ്ട്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ നമുക്ക് കണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാവും. എനിക്കറിയാം, ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ എത്ര സമയം വേണമെങ്കിലും കണ്ടിരിക്കാൻ തയ്യാറാവുമെന്ന്. എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ചധികം ടോപ്പിക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വലിയ ടോപ്പിക്ക് മാത്രമായിട്ട്. പിന്നെ നമുക്ക് 2 ടോപ്പിക്ക് പഠിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ബേസിക് ഫാക്ട്സ് ഓഫ് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതായത് എവിടെയാണ് നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം, ഇന്ത്യയിലത്തെ കേരളത്തിന്റെ സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കേരളത്തിന്റെ സ്ഥാനം. എവിടെയാണ്? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു? അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ കേരളം, തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ, അങ്ങനെ 3 ഭൂവിഭാഗങ്ങളായിട്ടാണ് നിലനിന്നിരുന്നത്. 1956 നവംബർ മാസം 1-ാം തീയതിയാണ് കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. നിലവിൽ വന്നപ്പോൾ എത്ര ജില്ല ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. 5 ജില്ലകളാണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. ഈ 5 ജില്ലകൾ കേരള സംസ്ഥാനം നിലവിൽ വന്ന സമയത്ത് വന്നതാണോ? അല്ല. 1949 ജൂലൈ മാസം 1-ാം തീയതി കൊച്ചി സംയോജനം നടക്കുകയാണ്. അതായത് അന്നുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജവംശം, അതുപോലെ തന്നെ കൊച്ചി രാജവംശം, അതിന് രണ്ടിനും കൂടി തിരുവിതാംകൂറിനെയും രാജവംശങ്ങളില്ല, തിരുവിതാംകൂർ പ്രദേശവും കൊച്ചി പ്രദേശവും കൂടി ഒന്നാക്കി. അതിനെയാണ് കൊച്ചി സംയോജനം എന്ന് പറയുന്നത്. ആ സമയത്ത് നിലവിൽ വന്നതാണ് കേരളത്തിൽ തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ തന്നെ കോട്ടയം, നെക്സ്റ്റ് വൺ തൃശൂർ, പിന്നെ മലബാർ. ഇപ്പൊ നമ്മൾ പറഞ്ഞു കേരളം 3 ഭൂവിഭാഗങ്ങളായിരുന്നു. ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് തിരുവിതാംകൂർ അല്ലെ, ഒന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഭൂപ്രദേശം. അടുത്തത് എന്താണ്? കൊച്ചി, തിരുവിതാംകൂർ, കൊച്ചി. അടുത്തത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ. ഇനി 1949 ജൂലൈ 1-ന് കൊച്ചി സംയോജനം നടന്ന് ഈ 4 ജില്ലകൾ നിലവിൽ വന്നു. കൂടാതെ മലബാറിനെ ഒരു ജില്ലയായിട്ട് നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ 1949 ജൂലൈ 1-ന് നിലവിൽ വന്ന ഈ 5 ജില്ലകളാണ് 1956 നവംബർ 1-ന് കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോഴും കേരളത്തിലുള്ളത്. അതിനുശേഷം 1957 ജാനുവരി മാസം 1-ാം തീയതി മലബാറിനെ വിഭജിക്കുന്നു. മലബാർ എന്ന് പറയുന്ന ജില്ലയെ വിഭജിച്ചിട്ട് എന്താണ്? 3 ജില്ലകൾ നിലവിൽ വരികയാണ്. ഒന്ന് പാലക്കാട്, അടുത്തത് കോഴിക്കോട്, അടുത്തത് കണ്ണൂർ. അപ്പൊ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്ന വർഷം എന്നാണ്? 1957 ജാനുവരി മാസം 1-ാം തീയതിയാണ്. ഈ വർഷങ്ങളൊക്കെ പ്രധാനമാണ്. ഓരോ ജില്ലയും നിലവിൽ വന്ന വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? കേരളത്തിൽ 14 ജില്ലയുണ്ട്. അങ്ങനെ കേരളത്തിലെ 14-ാമത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ 14-ാമത്തെ ജില്ല. കേരളത്തിലെ വടക്കേറ്റത്തെ ജില്ല, ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ല, തുളു ഭാഷയൊക്കെ സംസാരിക്കുന്ന ജില്ല, അങ്ങനെ കുറേയധികം പ്രത്യേകതകളുള്ള ജില്ലയാണ് കാസർഗോഡ്. ഈ ജില്ല നിലവിൽ വന്ന വർഷം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. 1984 മെയ് മാസം 24-ാം തീയതിയാണ്. അപ്പൊ എന്നും 14-ാമത്തെ ജില്ല എന്ന് ചോദിച്ചിട്ട് ഒരു ദിവസം ചോദിക്കുകയാണ്. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക്, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, 13-ാമത് നിലവിൽ വന്ന ജില്ല ഏതാണ്? കേരളത്തിൽ 13-ാമത് നിലവിൽ വന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത് 1982 നവംബർ മാസം 1-ാം തീയതിയാണ്. അപ്പൊ നമ്മൾ 12-ാമത് നിലവിൽ വന്ന ജില്ല കൂടെ പഠിക്കുകയാണ്. അതായത് ഇനി അത് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് കിട്ടാതെ പോണ്ട. വയനാട് ജില്ലയാണ്. വയനാട് ജില്ല നിലവിൽ വന്ന വർഷം 1980
നവംബർ മാസം 1-ാം തീയതിയാണ്. അപ്പൊ കേരളത്തിൽ ആദ്യം നിലവിൽ വന്ന 5 ജില്ലകൾ നമ്മൾ പറഞ്ഞു. ഈ 5 ജില്ലകൾ കഴിഞ്ഞ അതിലത്തെ ഒരു ജില്ലയെ വിഭജിച്ച് 2 വന്നു. അപ്പൊ 5 2 7 ജില്ലകളായി. അതിനുശേഷം ഈ 3 ജില്ല വന്നു. അപ്പൊ 5 2 7 3 10 ജില്ലകളായി. അപ്പൊ മൊത്തം എത്ര ജില്ലയുണ്ട്? 14 ജില്ലയുണ്ട്. അതില് ആലപ്പുഴ ജില്ല ചോദിച്ചാലോ? ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് മാസം 17-ാം തീയതി. ഇടുക്കി ജില്ല നിലവിൽ വന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല. അപ്പൊ 1972 ജാനുവരി മാസം 26-ാം തീയതി നിലവിൽ വന്നു ഇടുക്കി ജില്ല. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നു. വിട്ടി ദിനത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല. എറണാകുളം ജില്ല 1958 ഏപ്രിൽ മാസം 1-ാം തീയതി. അടുത്തത് മലപ്പുറം ജില്ല നിലവിൽ വന്ന വർഷം എന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 69 വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 1969 ഡേറ്റ് ജൂൺ 16 അപ്പൊ 1969 കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് മലപ്പുറം ജില്ല. അപ്പൊ വിട്ടി ദിനത്തിൽ നിലവിൽ വന്നു എറണാകുളം ജില്ല. റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്നു ഇടുക്കി ജില്ല. അപ്പൊ കേരളത്തിലെ നമ്മൾ 14 ജില്ലകളാണ് പഠിച്ചത്. എങ്ങനെയാണ് ഈ 14 ജില്ലകളും നിലവിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നിലവിൽ ഇടുക്കി ജില്ലയാണ്. മുമ്പ് പാലക്കാട് ജില്ലയായിരുന്നു. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും കാസർഗോഡ് ജില്ലയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല പറഞ്ഞു. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് കേരളം നിലവിൽ വന്ന സമയത്തെ ഏറ്റവും വലിയ ജില്ല. കേരളം നിലവിൽ വന്ന സമയത്തെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? മലബാർ ആണ്. കാരണം മലബാറിനെ വിഭജിച്ചാണ് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത് എന്ന് ഓർക്കാം. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് കേരളത്തിന് എത്ര വിസ്തീർണുണ്ട്? 38,863 ചതുരശ്ര കിലോമീറ്റർ അഥവാ 15,005 ചതുരശ്ര മൈൽ വിസ്തീർണമാണ് കേരളത്തിന്. 38,863 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 15,005 ചതുരശ്ര മൈൽ. ചതുരശ്ര എന്ന് വേണം, വിസ്തീർണമാണ് പഠിക്കുന്നത്. 38,863 കിലോമീറ്റർ എന്ന് ആദ്യ ഓപ്ഷനിൽ കാണാം, അത് തെറ്റാണ്. ചതുരശ്ര കിലോമീറ്റർ തന്നെ വേണം. മൊത്തം നമ്മുടെ കണക്ക് നോക്കുമ്പോ ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ഉണ്ടാവും? കേരളം 1.18%. PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ യൂണിയന്റെ മൊത്തം വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? എത്ര ശതമാനമാണ് കേരളം? 1.18%. കേരളത്തിന്റെ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനം ഏതാണ്? ഇതൊക്കെ എന്തിനാ ടീച്ചറെ പറയണേന്ന് ചോദിക്കാം. ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. പിന്നെ PSCയില് ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. കുറെ അധികം ചോദ്യങ്ങൾ, ഒരു 80 ചോദ്യം അല്ലെങ്കിൽ 70 ചോദ്യം GK ഉണ്ടെങ്കിൽ അതിൽ 50 ചോദ്യവും വളരെ ബേസിക് ആയിട്ടുള്ളത്, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ബാക്കിയുള്ളതാണ് കുറച്ച് കട്ടി ഉണ്ടാവുക. അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ളത് നിങ്ങൾ വിട്ട് കളയരുത് മക്കളെ. നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് തെറ്റിക്കുക. കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ അഥവാ സാംസ്കാരിക തലസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ പറയണം. കേരളത്തിന്റെ ഇക്കണോമിക് ക്യാപിറ്റൽ സാമ്പത്തിക തലസ്ഥാനം, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ വ്യവസായിക തലസ്ഥാനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം എറണാകുളം ജില്ല പറയണം. കേരളത്തിന്റെ ഫുട്ബോൾ ക്യാപിറ്റൽ ആണ് ചോദിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ ഫുട്ബോൾ ക്യാപിറ്റൽ മലപ്പുറം ജില്ലയാണ്. കേരളത്തിന്റെ പിൽഗ്രിം ക്യാപിറ്റൽ അല്ലെ, തീർത്ഥാടക തലസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയാണ് നമ്മൾ പറയേണ്ടത്. ക്ലിയർ ആയോ? കേരളത്തിലെ ജില്ലകൾ, എത്ര ജില്ലകളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 14 എന്നാൽ എത്ര ജില്ലാ പഞ്ചായത്ത് ഉണ്ട്? ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ 14 പറയണം. അപ്പൊ കേരളത്തിൽ 14 ജില്ലാ പഞ്ചായത്ത്, 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 78 താലൂക്ക്, അതുപോലെ തന്നെ എത്രയാണ്? 87 മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ
6 കോർപ്പറേഷൻ. കേരളത്തിലെ ജില്ലകൾ 14, ജില്ലാ പഞ്ചായത്തുകൾ 14, ഗ്രാമപഞ്ചായത്ത് 941, ബ്ലോക്ക് പഞ്ചായത്ത് 152, താലൂക്ക് 78, മുനിസിപ്പാലിറ്റി 87, കോർപ്പറേഷൻ 6. കേരളത്തിലെ അസംബ്ലി സീറ്റുകൾ അഥവാ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 140 പറയും. അസംബ്ലി മെമ്പേഴ്സ് അഥവാ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം നമ്മൾ എത്ര തന്നെ പറയണം? 140 തന്നെ പറയണം. കേരളത്തിലെ SC സംവരണ മണ്ഡലങ്ങൾ എത്ര? 14. കേരളത്തിൽ 14 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളും കേരളത്തിൽ ST സംവരണ മണ്ഡലം അഥവാ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്ര? 2. ഏതൊക്കെയാണത്? സുൽത്താൻ ബത്തേരി, മാനന്തവാടി. അപ്പൊ കേരളത്തിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് സുൽത്താൻ ബത്തേരി, അതുപോലെ തന്നെ മാനന്തവാടി തുടങ്ങിയവ. ഇനി കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. അതുപോലെ തന്നെ ലോക്സഭാ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. അത് ഏതൊക്കെയാണ്? ആലത്തൂര്, അതുപോലെ തന്നെ മാവേലിക്കര തുടങ്ങിയവയാണ്. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2 ഉള്ളൂ, ആലത്തൂരും മാവേലിക്കരയുമാണ്. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ 9 പറയണം. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. ക്ലിയർ ആയില്ലേ? കേരളത്തിന് അടുത്തത് കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത്, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് ആനമുടി എന്നാണ്. ആനമുടി ഇടുക്കി ജില്ലയിലാണ്. ദേവികുളം താലൂക്കിലാണ്, മൂന്നാർ പഞ്ചായത്തിലാണ്. ഇതിന് 2695 മീറ്റർ അഥവാ 8842 അടി ഉയരമാണുള്ളത്. ഇത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ, അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ. ഇനി കേരളത്തിലെ അടുത്ത പോയിന്റ് കേരളത്തിലെ കടൽ തീരമാണ്. കേരളത്തിലെ കടൽ തീരം ഇപ്പൊ ചില 590 കടൽ തീരം എന്ന് പറയുന്നുണ്ട്. ചില ബുക്കുകളിലൊക്കെ 600 കടൽ തീരം എന്ന് പറയുന്നുണ്ട്. PSCക്ക് അറിഞ്ഞു വരാൻ കുറച്ച് സമയം പിടിക്കും. 590 കിലോമീറ്റർ തന്നെയാണ് ഇപ്പൊ നിലവിൽ. ആദ്യം 580 ആയിരുന്നു. 590 കഴിഞ്ഞ് ചില ബുക്കുകളിൽ, പുതിയ ബുക്കുകളൊക്കെ കാണുന്നുണ്ട് 590 അല്ല 600 എന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ നോക്കി നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. കേരളത്തിൽ 14 ജില്ലകളിൽ ഉള്ളതിൽ 5 ജില്ലകളിൽ എന്തില്ല? 5 ജില്ലകളിൽ കടൽ തീരം ഇല്ല. കടൽ തീരമില്ലാത്ത 5 ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, നെക്സ്റ്റ് വൺ ഇടുക്കി, അടുത്തത് പാലക്കാട്, അടുത്തത് വയനാട്. ഈ 5 ജില്ലകളിൽ എന്തില്ല? കേരളത്തിൽ കടൽ തീരമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും കൊല്ലം ജില്ലയിലാണ്. കടൽ തീരം കൂടുതൽ കണ്ണൂരും, കടൽ തീരം കുറവ് എവിടെയാണ്? കൊല്ലത്തുമാണ്. കടൽ തീരം കൂടുതലുള്ള താലൂക്കിന്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ കടൽ തീരം കൂടുതലുള്ള താലൂക്ക് ചേർത്തല താലൂക്കാണ്. അത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ബീച്ച് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. ഏത് ബീച്ചാണ്? മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം തൃശൂർ കോർപ്പറേഷൻ ആണ്. കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യമാണ് ബേസിക് ആയിട്ടുള്ള കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കേരളത്തിന്റെ ഔദ്യോഗിക വിവരങ്ങളാണ്. അതായത് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? എലിഫാസ് മാക്സിമസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ആനയാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമായ ആനയുടെ ശാസ്ത്രീയ നാമം
നാമം എന്താണ്? എലിഫാസ് മാക്സിമസ് എന്നാണ്. ഇത് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ്. അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആനയാണ്. ഇനി കർണാടക അതുപോലെ തന്നെ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗം കൂടിയാണ് ആന എന്ന് ഓർത്തുവെക്കാം. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ എന്നുള്ളതാണ് ഔദ്യോഗിക പക്ഷി. അതിന്റെ ശാസ്ത്രീയ നാമം ബുസേറോസ് ബൈക്കോർണിസ് എന്നാണ്. ബുസേറോസ് ബൈക്കോർണിസ് എന്നാണ് എന്തിന്റെ ശാസ്ത്രീയ നാമം? മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക എന്താ പറയാ ചിത്രശലഭം, കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധമയൂരി. ഏതാണ്? ബുദ്ധമയൂരി എന്നുള്ളതാണ് ഔദ്യോഗിക ചിത്രശലഭം. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് ചോദിക്കുന്നതെങ്കിൽ കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. അതിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാട്ടൻസിസ് എന്നാണ്. എട്രോപ്ലസ് സുറാട്ടൻസിസ് എന്നാണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നിങ്ങൾ തെങ്ങ് പറയണം. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫെറ എന്നാണ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫെറ എന്നാണ് അല്ലെ. ഇത് ഗോവയുടെ സംസ്ഥാന മൃഗമാണ്. മാലിദ്വീപിന്റെ ഔദ്യോഗിക മൃഗമാണ് എന്നൊക്കെ ഓർത്തു വെക്കുക. ലോക നാളികേര ദിനം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 2 കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം കരിക്കിൻ വെള്ളമാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം എന്ന്. കരിക്കിൻ വെള്ളം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫലമായിട്ടുള്ള ചക്കയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം പലപ്പോഴും പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കാഷ്യ ഫിസ്റ്റുല എന്നതാണ്. കാഷ്യ ഫിസ്റ്റുല എന്നതാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്ന് ഓർത്തുവെക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവം, ഫെസ്റ്റിവൽ, ഒഫീഷ്യൽ ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് വിളിക്കുന്നത് ഓണത്തെയാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. വിളവിറക്ക് ഉത്സവം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? വിഷുവിനെയാണ്. പക്ഷെ രണ്ടും വിളവെടുപ്പ് ഉത്സവങ്ങളായിട്ടാണ് SCRT പാഠഭാഗത്തിലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. PSCക്ക് പക്ഷെ ചോദിക്കാറുള്ളത് വിളവെടുപ്പ് ഉത്സവം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും LDC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് വിളവെടുപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഓണമാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? മലയാളമാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ. മലയാളം നമ്മുടെ ശ്രേഷ്ഠ ഭാഷയാണ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 2013 മെയ് 23 വർഷം മാസം ദിവസം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എന്താണ്? ഇതാണ്: മലയാളമാണ് എൻ്റെ ഭാഷ. മലയാളമാണ് എൻ്റെ ഭാഷ. മലയാളമാണ് എൻ്റെ ഭാഷ. എന്റെ ഭാഷ എന്റെ വീടാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഇത് MT വാസുദേവൻ നായരാണ് ഈ പ്രതിജ്ഞ തയ്യാറാക്കിയത് എന്ന് ഓർക്കുക. ഇനി നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമുണ്ട്. എന്താണത്? ജയ ജയ കോമള കേരള ധരണി. കോമള കേരള ധരണി എന്ന് തുടങ്ങുന്നതാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം. ഇത് ചിട്ടപ്പെടുത്തിയത് ബോധേശ്വരൻ എന്ന് പറയുന്ന നവോത്ഥാന നായകനാണ്. അദ്ദേഹം നമ്മുടെ സുഗതകുമാരി ടീച്ചറുടെ പിതാവാണ് എന്നും മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ കേരളത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറെ അധികം കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന കുറെ അധികം ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇതിൽ പല ഭാഗങ്ങളും ഇപ്പൊ ഏകദേശം 4 പേജോളം നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തേത് കേരളം എന്ന് നിലവിൽ വന്നപ്പോ എത്ര ജില്ലയുണ്ട്?
പിന്നെ മൊത്തം ഓരോ ജില്ലകളും വന്ന വർഷങ്ങൾ, അങ്ങനെയാണ് ആ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത് ബേസിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കേരളത്തിലെ വലിയ ജില്ല, ചെറിയ ജില്ല, അല്ലെ, സാംസ്കാരിക തലസ്ഥാനം, സാംസ്കാരിക തലസ്ഥാനം, വ്യാവസായിക തലസ്ഥാനം, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വിസ്തീർണം, ജില്ലകൾ, ജില്ലാ പഞ്ചായത്തുകള്, നിയോജക മണ്ഡലങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങള്. അടുത്തത് എന്താണ്? കടൽ തീരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് വൺ ഒഫീഷ്യൽ ആയിട്ടുള്ള മൃഗം, പക്ഷി, ചിത്രശലഭം, മത്സ്യം, വൃക്ഷം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇനി അടുത്തത്, അപ്പോ ഏകദേശം ബേസിക് ഫാക്ട്സ് കഴിഞ്ഞു നമ്മുടെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിമോചന സമരം എന്ന ടോപ്പിക് ആണ്. വിമോചന സമരവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും നമ്മൾ നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കേരള സംസ്ഥാനത്തെ ആദ്യ മന്ത്രിസഭയാണ് EMS മന്ത്രിസഭ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. അദ്ദേഹത്തിനെതിരെ 1959 കാലഘട്ടത്തിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭത്തിനെ വിളിക്കുന്ന പേരാണ് വിമോചന സമരം എന്ന് പറയുന്നത്. ഈ വിമോചന സമരത്തിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ ഏതെല്ലാം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന് വിദ്യാഭ്യാസ ബില്ലാണ്. ഒന്ന് എന്താണ്? വിദ്യാഭ്യാസ ബില്ലാണ്. രണ്ടാമത്തത് ഭൂപരിഷ്കരണ ബില്ലാണ്. ഭൂപരിഷ്കരണ ബില്ലും വിദ്യാഭ്യാസ ബില്ലും വിമോചന സമരത്തിന് കാരണമായി. വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് എന്ന് ഓർത്തുവെക്കാം. വിമോചന സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജാഥയുടെ പേരാണ് ജീവശിഖ ജാഥ. ജീവശിഖ ജാഥ. ഈ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. എവിടെ മുതൽ എവിടം വരെ? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ജീവശിഖ ജാഥ നയിച്ചത്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മന്നത്ത് പത്മനാഭന്റെ പേര് പറയണം. വാക്ക് ആണ് ആരുടെ? പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ. വിമോചന സമരത്തിന്റെ നടത്തിപ്പിനായി ഫാദർ വടക്കൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഫാദർ വടക്കൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ഓർഗനൈസേഷൻ അഥവാ സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ പേരാണ് ക്രിസ്റ്റഫേഴ്സ് എന്നത്. എന്താണ് സംഘടന? ക്രിസ്റ്റഫേഴ്സ് എന്ന് പറയുന്ന സംഘടന. വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന ഡാനിയൽ പാട്രിക് മോയ്നിഹൻ ട്ടോ, പേരെഴുതാം ടീച്ചർ. ഡാനിയൽ പാട്രിക് മോയ്നിഹൻ അദ്ദേഹം ഒരു പ്രശസ്തമായിട്ടുള്ള പുസ്തകം എഴുതുകയുണ്ടായി. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? എ ഡേഞ്ചറസ് പ്ലേസ്. എ ഡേഞ്ചറസ് പ്ലേസ്. എന്താണ്? വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന ഡാനിയൽ പാട്രിക് മോയ്നിഹന്റെ പുസ്തകമാണ് എ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്നത്. വിമോചന സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് പങ്കെടുത്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്. ഏതാണ്? മുസ്ലിം ലീഗ്. നെക്സ്റ്റ് വൺ കേരള സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ 5 പാർട്ടികൾ, 5 രാഷ്ട്രീയ പാർട്ടികൾ എന്താണ്? വിമോചന സമരത്തിൽ പങ്കെടുത്തു. ഈ വിമോചന സമരത്തിന്റെ പരിണിത ഫലമായി 1959 ജൂലൈ മാസം 31-ാം തീയതി ഒന്നാം കേരള മന്ത്രിസഭ പിരിച്ചുവിട്ട വർഷം ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ജീവശിഖ ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ജാഥ എവിടുന്ന് തൊട്ട് എവിടം വരെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി വിമോചന സമരത്തിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ ബില്ല്, ഭൂപരിഷ്കരണ ബില്ല്, ഇതൊക്കെ പലപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ്. പിന്നെ ചില വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകളുണ്ട്. അതായത് എന്താ പറയാ, കുറച്ച്
കുറച്ച് ആൾക്കാർ മാത്രം എഴുതുന്ന ചില പെർട്ടിക്കുലർ എക്സാമുകൾ, അതിന് കേരള ഹിസ്റ്ററിയും കേരള നവോത്ഥാനവും വളരെ പ്രധാനമാണ്. അതിലാണ് ഈ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടുതൽ ടീച്ചർ ചോദിച്ചു കണ്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ചോദിച്ചു കണ്ടിട്ടുള്ള അതാണ് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ന് ഈ 2 ടോപ്പിക്കേ പഠിക്കാനുള്ളൂ കേട്ടോ. ഭംഗിയായിട്ട് പഠിച്ചു വെച്ചോളോ ഇന്നത്തെ 2 ടോപ്പിക്ക്. ഇതിനു മുമ്പ് നമ്മള് എന്താ പറയാ ഇട്ടിട്ടുള്ള ഓരോ ക്ലാസ്സുകളും മാക്സിമം നിങ്ങൾ കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ് മാത്രം കേൾക്കണം എന്ന് ഒരിക്കലും പറയില്ല. ഏത് ടീച്ചേഴ്സ് ആണോ നല്ല ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് തരണത്, മാത്സിന്റെ ക്ലാസ് തരണത്, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് തരണത്, ആ ചാനലുകൾ കാണാൻ നിങ്ങൾ മാക്സിമം പഠിക്കുക. കാരണം ആവശ്യക്കാര് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലെ, ജോലി കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ് ഫോളോ ചെയ്യുക, നിങ്ങൾ അത് പഠിച്ചു പോവുക. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ.